ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം എത്രയും വേഗം നൽകണമെന്ന SITക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം. കട്ടിളപ്പാളി കേസിൽ ഒരു മാസത്തിനകം അന്തിമ റിപ്പോർട്ട് കൂടി നൽകുമെന്ന് SIT കോടതിയെ അറിയിച്ചു. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം എത്രയും വേഗം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമായി SITക്ക് വരുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം ആ ഒരു സാഹചര്യത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശമുണ്ടാകുന്നത്. കട്ടിളപ്പാളി കേസിൽ ഒരു മാസത്തിനകം അന്തിമ റിപ്പോർട്ട് നൽകുമെന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ ഫലം കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഈ അന്തിമ അന്വേഷണ റിപ്പോർട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ നൽകാനാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലായി വരുന്നത്. കുറ്റപത്രം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് തന്നെയാണ് SITക്ക് ഹൈക്കോടതി നൽകുന്ന നിർദ്ദേശം. സൈഫ് സൈനലാബ്ദീൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൈഫ്, ഹൈക്കോടതി ഇടപെടൽ ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ്? ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്തിമ റിപ്പോർട്ട് കുറ്റപത്രം അത് വേഗത്തിൽ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി നൽകിയിരിക്കുന്നത് SITക്കാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം, അതായത് ജാർഖണ്ഡിലെ CSIR നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള അന്തിമ പരിശോധനാ റിപ്പോർട്ട് ഈ മാസം 6-ാം തീയതി SITക്ക് ലഭിച്ചിരുന്നു. അതിൽ ചില കണ്ടെത്തലുകളുണ്ട്. ചെമ്പുതവഴുകൾ പ്രതികൾ എങ്ങനെയാണ് വേർതിരിച്ചത്, എത്രത്തോളം സ്വർണ്ണം അപഹരിച്ചു എന്നെല്ലാം അതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട് ഹൈക്കോടതി. അതിനൊപ്പമാണ് ആ കേസിൽ വേഗത്തിൽ തന്നെ ആ റിപ്പോർട്ട് കൂടി കിട്ടിയ പശ്ചാത്തലത്തിൽ കേസിൽ വേഗത്തിൽ തന്നെ ആ റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തിനകം അന്തിമ റിപ്പോർട്ട് നൽകും, കുറ്റപത്രം നൽകും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത മാസം സെപ്റ്റംബർ മാസം 3 കേസ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. ആ കേസിലെ അന്തിമ കുറ്റപത്രമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അത് ഒരു മാസത്തിനുള്ളിൽ അതിനകത്ത് അന്തിമ റിപ്പോർട്ട് കുറ്റപത്രം തയ്യാറാക്കി നൽകും. അപ്പോൾ കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അതിനകത്ത് വ്യക്തത വരേണ്ടതാണ്. എന്തായാലും വളരെ നിർണായകമായ, കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മിനിഷ.